2 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമായി ആധാർ ലഭിക്കാതെ തുടർ പഠനം പ്രതിസന്ധിയിലായ എടത്വ സ്വദേശികളായ ഇരട്ട സഹോദരന്മാർക്കൊടുവിൽ ആധാർ ലഭിച്ചു. വിഷയം അമൃത ന്യൂസ് വാർത്തയാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടലിലൂടെ വിദ്യാർത്ഥികൾക്ക് ആധാർ ലഭിച്ചത്. തലവടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികളായ സാരഥിയും സിദ്ധാർത്ഥുമാണ് ആധാർ നമ്പർ ലഭിക്കാത്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലായത്. 2 വർഷത്തോളമായി അമ്മ ജ്യോതി ഇവരുടെ ആധാറിനായി മുട്ടാത്ത വാതിലുകളില്ല. ബയോമെട്രിക് പൂർത്തിയായതല്ലാതെ ഇരുവർക്കും ആധാർ നമ്പർ ലഭിച്ചിരുന്നില്ല. ഇതോടെ ഇരട്ട സഹോദരങ്ങളുടെ തുടർ പഠനവും പ്രതിസന്ധിയിലായിരുന്നു. വിഷയം വാർത്തയായതിനെ തുടർന്ന് തലവടി ഗ്രാമപഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം ഇടപെടുകയും തിരുവനന്തപുരം ആധാർ റീജിയണൽ ഓഫീസിൽ നിന്ന് കുടുംബവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു. 2 വർഷമായിട്ട് ഇതിന്റെ പുറകെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കാര്യം എന്താണെന്നുള്ള കറക്റ്റ് അറിയില്ലായിരുന്നു. ഈ അടുത്താണ് ഇത് കണക്ക് അച്ഛൻ വന്നപ്പോഴത്തേക്കിനും റെഡിയാക്കാൻ കൊടുത്തിട്ട് വീണ്ടും ക്യാൻസൽ ആയി പോവുകയും ഞങ്ങളുടെ മെമ്പറായ അനുമെമ്പറിനോട് ഞങ്ങൾ പറഞ്ഞ് കാര്യം പറയുകയും മെമ്പർ അത് മാധ്യമത്തിൽ പറഞ്ഞ് ന്യൂസ് ആക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇപ്പം അത് ന്യൂസ് ആയപ്പോഴത്തേക്കിനും തിരുവനന്തപുരം റീജിയണൽ ഓഫീസിൽ നിന്ന് വിളിക്കുകയും കാര്യം തിരക്കുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞു വീണ്ടും അമ്മയുടെ തന്നെ ബയോമെട്രിക്കിൽ വെച്ച് ചെയ്യാം എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ വീണ്ടും അക്ഷയ ചെല്ലുകയും അക്ഷയയിലെ സാറ് എല്ലാം കറക്റ്റാക്കി എല്ലാം ഞങ്ങൾക്ക് ചെയ്തു തരികയും ഇപ്പം ഞങ്ങൾക്ക് വീണ്ടും ആധാർ എടുക്കാൻ പറ്റുകയും ചെയ്തിട്ടുണ്ട്. റീജിയണൽ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം നിശ്ചിത തീയതിയിൽ കുടുംബം നീരേറ്റുപുറത്തെ അക്ഷയ കേന്ദ്രത്തിലെത്തി ആവശ്യമായ അപേക്ഷയും രേഖകളും സമർപ്പിച്ചു. അപേക്ഷ പരിശോധിച്ച് നടപടികൾ അതിവേഗം പൂർത്തിയാക്കിയതോടെ 2 വർഷമായി നിലനിന്നിരുന്ന സാങ്കേതിക തടസ്സങ്ങൾ നീങ്ങി ഇരു കുട്ടികൾക്കും ആധാർ ലഭിച്ചു. ആധാർ ലഭിച്ചതോടെ സ്കൂളിലെ വിവിധ ആവശ്യങ്ങൾക്കും തുടർപഠനവുമായി ബന്ധപ്പെട്ട നടപടികൾക്കും ഇനി തടസ്സമില്ല. 2 വർഷമായി അലഞ്ഞെങ്കിലും ഒടുവിൽ ആധാർ ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ആ ഇരട്ട സഹോദരങ്ങൾ. അമൃത ന്യൂസ്, ആലപ്പുഴ.